Aspirants Perspective Daily 10 UPSC PYQ Analysis. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2015 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ക്വസ്റ്റ്യൻ 11 to 20 ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. What can be the impact of excessive or inappropriate use of nitrogen fertilizers in agriculture? So first option, proliferation of nitrogen fixing microorganism in soil can occur. Increasing the acidity of soil can take place. Leaching of nitrate to the groundwater can occur. So question is, inappropriate ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള നൈട്രജനസ് ഫെർട്ടിലൈസേഴ്സിന്റെ യൂസിന്റെ ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്, അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ proliferation of nitrogen fixing microorganism in soil അത് ഒരിക്കലും അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് നടക്കുന്ന കാര്യമല്ല. സോ ഓപ്ഷൻ 1 തെറ്റാണ്. ഇൻക്രീസിങ് അസിഡിസിറ്റി ഓഫ് സോയിൽ ക്യാൻ ടേക്ക് പ്ലേസ്. നൈട്രജൻ ഫിക്സേഷൻ നടക്കുമ്പോൾ അതിന്റെ എക്സസീവ് യൂസ് ഉണ്ടാകുമ്പോൾ സോയിലിന്റെ അസിഡിസിറ്റി കൂടാൻ നല്ല ചാൻസ് ഉണ്ട്. സോ അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ലീച്ചിങ് ഓഫ് നൈട്രേറ്റ് ടു ദ ഗ്രൗണ്ട് വാട്ടർ ക്യാൻ ഒക്കർ. എക്സസീവ് ആയിട്ടുള്ള നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നൈട്രേറ്റിന്റെ ലീച്ചിങ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. സോ ഓപ്ഷൻ C, 2 and 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ നൈട്രജനെ, അത് നമുക്കൊരു അബ്സോർപ്ഷൻ ഫോമിലല്ല ഫ്രീ നൈട്രജൻ അറ്റ്മോസ്ഫിയറിലുള്ളത്, അതൊരു ഇനേർട്ട് ഗ്യാസ് ആണ്. അത് കെമിക്കലി വേറെ എലമെന്റ്സും ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു റിയാക്റ്റീവ് നൈട്രജൻ കോമ്പൗണ്ട് ഉണ്ടാക്കുന്നതാണ് നൈട്രജൻ ഫിക്സേഷൻ. റിയാക്റ്റീവ് നൈട്രജൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയ ആവാം, നൈട്രേറ്റ്സ് ഒക്കെ പോലുള്ള ഒരു റിയാക്റ്റീവ് നൈട്രജൻ കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സാണ് നൈട്രജൻ ഫിക്സേഷൻ. സോ അതിന്റെ എക്സസീവ് ഇൻഅപ്രോപ്രിയേറ്റ് യൂസ് എന്താണ്, സോയിലിന് ഒരുപാട് ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഇമ്പാക്ട്സ് ആണ് ഇതൊക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 12. വിത്ത് റെഫറൻസ് ടു IUCN ആൻഡ് സൈറ്റ്സ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? IUCN കുറിച്ചും സൈറ്റ്സിനെ കുറിച്ചും കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് ഓർ ആർ കറക്റ്റ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, IUCN ഈസ് എൻ ഓർഗൻ ഓഫ് UN and CITES is an international agreement between the governments. സോ IUCN കുറിച്ച് പറയുവാണെങ്കിൽ IUCN ഒരു എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്, ഒരു നെറ്റ്വർക്ക് ഓഫ് എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻ ആണെന്ന് പറയാം. IUCN സ്റ്റാർട്ട് ചെയ്യുന്നത് 1948 പക്ഷെ അപ്പോൾ അതിന്റെ പേരെന്തായിരുന്നു? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് നേച്ചർ എന്നായിരുന്നു. ആൻഡ് അത് ഒരു 1956 ഒക്കെ ആയപ്പോഴാണ് IUCN എന്ന പേരിലേക്ക് ചേഞ്ച് ആവുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ IUCN കുറിച്ച് കേട്ടിരിക്കാൻ ചാൻസ് ഉള്ളത് റെഡ് ലിസ്റ്റ് ഓഫ് ത്രട്ടൻഡ് സ്പീഷീസിന്റെ ഓരോ കാറ്റഗറി ഓഫ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു ഏരിയയിലായിരിക്കും. സോ അത് അങ്ങനെ റെഡ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് 1964 ആൻഡ് IUCN ഹാസ് എ ഫണ്ടമെന്റൽ റോൾ ഇൻ ക്രിയേഷൻ ഓഫ് കീ എൻവയോൺമെന്റൽ ഇന്റർനാഷണൽ കൺവെൻഷൻസ് ലൈക്ക് റാംസർ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്, വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ, അങ്ങനെ ഒരുപാട് കൺവെൻഷൻസ് IUCN ഉണ്ട്. സോ സൈറ്റ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ സൈറ്റ്സ് എന്താണ്, ഒരു ഇന്റർനാഷണൽ അഗ്രിമെന്റ് തന്നെയാണ് ബിറ്റ്വീൻ ദ ഗവൺമെന്റ്. ഇതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു റെഗുലേറ്റ് വേൾഡ് വൈഡ് കൊമേഴ്ഷ്യൽ ട്രേഡ് ഇൻ ദ വൈൽഡ് അനിമൽ ആൻഡ് പ്ലാന്റ് സ്പീഷീസ് ടു എൻഷുർ ദാറ്റ് ഇന്റർനാഷണൽ ട്രേഡ് ഡസ് നോട്ട് ത്രെട്ടൻ ദ സർവൈവൽ ഓഫ് എനി സ്പീഷീസ്. സോ IUCN എന്തല്ല, ഒരു UN-ന്റെ ഓർഗൻ അല്ല. സോ അതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ആൻസറിൽ എത്താൻ പറ്റും. B ആണ് ആൻസർ. എന്നാലും നമുക്ക് ബാക്കിയുള്ള 2 സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. IUCN runs thousands of field projects around the world to better manage natural environments. അതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരുപാട് ഫീൽഡ് പ്രൊജക്ട്സ് IUCN ഉണ്ട്. CITES is a legally binding on the state have joined it, but this convention does not take care the place of national laws. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. CITES ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു കൺവെൻഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. The fair and remunerative price of sugarcane is approved by. അത് അപ്രൂവ് ചെയ്തത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആണ്. ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഫെയർ ആൻഡ് റിനോമറേറ്റീവ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ മിൽസ് ഒരു ഷുഗർ സീസണിൽ പേ ചെയ്യേണ്ട ഒരു പ്രൈസ് ആണ്. ഫെയർ ആൻഡ് റിനോമറേറ്റീവ് പ്രൈസ് ഓഫ് ഷുഗർ കെയിൻ പേബിൾ ബൈ ഷുഗർ മിൽസ് ഫോർ എ ഷുഗർ സീസൺ ഈസ് അപ്രൂവ്ഡ് ബൈ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്. അതിന്റെ ചെയർ ചെയ്തിരിക്കുന്നത് PM ആണ്, സ്റ്റെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ. ആൻഡ് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസ് അതിന്റെ റെക്കമെൻഡേഷൻ വഴിയാണ് ഫെയർ ആൻഡ് റിനോമറേറ്റീവ് പ്രൈസ് ഉള്ളത്. അത് അപ്രൂവ് ചെയ്തത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആണ്. സോ ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 14th ക്വസ്റ്റ്യൻ. വാട്ട് എക്സ്പ്ലെയിൻ ഈസ്റ്റ്വേർഡ് ഫ്ലോ ഓഫ് ഇക്വറ്റോറിയൽ കൗണ്ടർ കറണ്ട്? സോ നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ടും ഉണ്ട്, സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ടും ഉണ്ട്. അത് രണ്ടും എന്താണ്, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഇവർക്കിടയിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വെസ്റ്റിന് ഈസ്റ്റിലോട്ട് ഫ്ലോ ചെയ്യുന്ന
ഇക്വറ്റോറിയൽ കൗണ്ടർ കറണ്ടുകളുണ്ട്. സോ അതിന്റെ ഈസ്റ്റ്വാർഡ് ഫ്ലോക്കുള്ള റീസൺ എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്താണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. സോ ഇക്വറ്റോറിയൽ കറണ്ടുകൾക്ക് റീസൺ എപ്പോഴും എർത്തിന്റെ റൊട്ടേഷൻ തന്നെയാണ്. പക്ഷെ ഇക്വറ്റോറിയൽ കൗണ്ടർ കറണ്ടിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസീലിന്റെ റീജിയണിൽ piling up of water in the area near the Brazil due to the convergence of two equatorial current. രണ്ട് ഇക്വറ്റോറിയൽ കറണ്ടിന്റെയും കൺവേർജൻസ് കാരണം ആ ബ്രസീലിന്റെ ഏരിയയിൽ ഉണ്ടാകുന്ന piling up of water കാരണമാണ്. Because of that convergence കാരണമാണ് water is raised, this pile of water then flow from west to east. So while rotation of earth is a primary causative factor for the equatorial current, ഈ piling up of water ആണ് എന്താണ് ഇക്വറ്റോറിയൽ കൗണ്ടർ കറണ്ടിന്റെ ഈസ്റ്റ്വാർഡ് ഫ്ലോക്കുള്ള റീസൺ. സോ ഇതൊരു റീസൺ തന്നെയാണ് ഓൺലി ഫോർ ഇക്വറ്റോറിയൽ കൗണ്ടർ കറണ്ടിന്റെ ഈസ്റ്റ്വാർഡ് ഫ്ലോക്കുള്ള റീസൺ എപ്പോഴും എന്താണ് കൺവേർജൻസ് ഓഫ് ടു ഇക്വറ്റോറിയൽ കറണ്ട് നിയർ ബ്രസീലിന്റെ ഏരിയ, ആ ഒരു റീസൺ ആണ്. സോ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ചില ആളുകൾ ഓപ്ഷൻ എ ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് കൊടുത്തിട്ടുണ്ടോ. UPSC കീഴിൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതിന്റെ എക്സാക്ട് റീസൺ ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 50. കൺസിഡർ ദ ഫോളോയിങ് പെയർ പ്ലേസ് ഓഫ് പിൽഗ്രിമേജ് ആൻഡ് ലൊക്കേഷൻ. ശ്രീശൈലം നമുക്ക് അറിയാവുന്ന ഒരു പിൽഗ്രിമേജ് പ്ലേസ് ആണ്. ലോർഡ് ശിവനാണ് അവിടെ വർഷിപ്പ് ചെയ്തിരിക്കുന്നത്. സോ അത് നല്ലമല ഹിൽസിൽ തന്നെയാണ്, ആന്ധ്രാപ്രദേശിലുള്ള നല്ലമല ഹിൽസിലാണ് ശ്രീശൈലം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഓംകരേശ്വർ ഈസ് ലൊക്കേറ്റഡ് ഇൻ മന്തദ ഹിൽസിലാണ്, മധ്യപ്രദേശിലെ മന്തദ ഹിൽസിലാണ്, സത്മല ഹിൽസിലല്ല. സോ ഇതൊരു തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. ഓപ്ഷൻ 2 തെറ്റാണ്. പുഷ്കർ മഹാദിയോ ഹിൽസിലല്ല. മഹാദിയോ ഹിൽസ് ഈസ് റേഞ്ച് ഓഫ് ഹിൽസ് ഇൻ മധ്യപ്രദേശിൽ തന്നെയുള്ള ഒരു ഹിൽസ് ആണ് മഹാദിയോ ഹിൽസ്. പക്ഷെ പുഷ്കർ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഇൻ ദ ഷോർ ഓഫ് പുഷ്കർ ലേക്സിന്റെ ഷോറിലാണ്. അത് അജ്മീർ, രാജസ്ഥാനിലെ അജ്മീറിലാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്, മഹാദിയോ ഹിൽസിലല്ല. സോ ഓപ്ഷൻ 3 and 2 തെറ്റാണ്. 1 ഓൺലി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ ആണ് അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം. Next question number 16. With reference to Rowlatt Satyagraha, which of the following statement is or are correct? First statement, Rowlatt Act was based on the recommendation of Sedition Committee. Sedition Committeeയുടെ recommendation പ്രകാരം തന്നെയായിരുന്നു Rowlatt Act നിലവിൽ വന്നത്. ആൻഡ് ആ Rowlatt Actനെതിരെ നടന്ന സത്യാഗ്രഹമാണ് Rowlatt Satyagraha. ആൻഡ് സെഡിഷൻ കമ്മിറ്റി സെറ്റപ്പ് ചെയ്യുന്നത് 1917 ആൻഡ് റൗലറ്റ് ആക്ട് നിലവിൽ വന്ന് അതിനെതിരെ സത്യാഗ്രഹം നടക്കുന്നത്, റൗലറ്റ് സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 6, 1990 സോ സ്റ്റേറ്റ്മെന്റ് 1 ഒരു ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമുക്ക് ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇൻ റൗലറ്റ് സത്യാഗ്രഹ ഗാന്ധിജി ട്രൈഡ് ടു യൂട്ടിലൈസ് ഹോം റൂൾ ലീഗ് 1916, 1918 ആ ഒരു സമയത്താണ് അതിന്റെ ഒരു പീക്കിൽ എത്തുന്നത്. സോ ആ ഒരു പ്രൊമിനന്റ് ടൈം ഈ ഒരു സമയത്തായിരുന്നു. അപ്പൊ 1919 റൗലറ്റ് സത്യാഗ്രഹം ഉണ്ടാവുന്നത്. ആ ഒരു സമയത്ത് ഗാന്ധി ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഓർഗനൈസേഷന് അതിന്റെ ഭാഗമാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഹോം റൂൾ ലീഗും അതിൽപ്പെട്ട ഒന്നാണ്. സോ ഓപ്ഷൻ 2 സ്റ്റേറ്റ്മെന്റ് 2 ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഡെമോൺസ്ട്രേഷൻ അഗെയിൻസ്റ്റ് ദ ആരിവൽ ഓഫ് സൈമൺ കമ്മീഷൻ കോയിൻസൈഡ് വിത്ത് റൗലറ്റ് സത്യാഗ്രഹ. സൈമൺ കമ്മീഷന്റെ ഒരു ആരിവൽ ഉണ്ടാവുന്നത് 1927 റൗലറ്റ് സത്യാഗ്രഹം നടക്കുന്നത് 1919 സോ ഇറ്റ് ഈസ് നോട്ട് കോയിൻസൈഡിങ്. ഓപ്ഷൻ 3 തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. Among the following, which were frequently mentioned in the news for the outbreak of Ebola virus recently? ഇത് ക്വസ്റ്റ്യൻ പേപ്പർ 2015 സോ അന്നത്തെ ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഫസ്റ്റ് എബോള വൈറസിന്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടാവുന്നത് ഒരു 1976 ആൻഡ് പിന്നീട് ഒരു അത്യാവശ്യം ഒരു മോസ്റ്റ് കോംപ്ലക്സ് ആയിട്ടുള്ള എബോള ഔട്ട്ബ്രേക്ക് ഉണ്ടാക്കുന്നത് 2014, 2016 സമയത്താണ്. ആൻഡ് ദിസ് ഈസ് ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് 2015. സോ അന്ന് ഉണ്ടായിട്ടുള്ളത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഗുനിയയിലായിരുന്നു, പിന്നീട് സെറ ലിയോൺ ആൻഡ് ലൈബീരിയയിലേക്കൊക്കെ വരികയുണ്ടായി. സോ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. Next question number 18. With reference to fly ash produced by power plants using coal as fuel, which of the following statement is or are correct? Fly ash can be used in the production of bricks for the building of construction. ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഫ്ലൈ ആഷിന് അങ്ങനത്തെ യൂസസ് ഒക്കെ ഉണ്ട്. സോ അടുത്തത്, ഫ്ലൈ ആഷ് ക്യാൻ ബി യൂസ്ഡ് as റീപ്ലേസ്മെന്റ് ഓഫ് സം ഓഫ് ദ പോർട്ട്ലാൻഡ് സിമെന്റ് കണ്ടന്റ് ഓഫ് ദ കോൺക്രീറ്റ്. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഫ്ലൈ ആഷിന്റെ യൂസസിൽ പെടുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് രണ്ടെണ്ണം. സോ 1 and 2 ശരിയാണ്. അപ്പൊ തന്നെ നമ്മൾ ഓപ്ഷനിലേക്ക് എത്തും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആൻസർ. നെക്സ്റ്റ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം. ഫ്ലൈ ആഷ് ഈസ് മേഡ് അപ്പ് ഓഫ് silicon dioxide and calcium dioxide only and does not contain any toxic elements.
ഇത് ഇതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്, പവർ പ്ലാന്റിൽ നിന്ന് ഉള്ള ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. എന്താണെങ്കിലും എന്തെങ്കിലും ഒക്കെ ഒരു ടോക്സിക് എലമെന്റ്സ് അതിൽ ഉണ്ടാവും. സോ അതിലൊരു ടോക്സിക് എലമെന്റും ഇല്ല എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് അതിൽ സിലിക്കണും കാൽഷ്യം ഓക്സൈഡ് മാത്രം ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. ആക്ച്വലി അതിലുള്ളത് സിലിക്കണും അലുമിനിയം കാൽഷ്യം അയൺ മാഗ്നീഷ്യം പൊട്ടാസ്യം സോഡിയം ടൈറ്റാനിയം അങ്ങനെ ഒരുപാട് എലമെന്റ്സ് ലെസർ ഡിഗ്രിയിലെങ്കിലും ഉണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് 3 തെറ്റാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. Next question, question number 19. With reference to dugong, a mammal found in India, which of the following statement are correct? Dugong എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സീ കൗ ആണ്. It is the only existing herbivorous marine mammal. So ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഈസ് എ ഹെർബിവോറസ് മറൈൻ ആനിമൽ. ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് ഫൗണ്ട് അലോങ് ദ എൻറ്റയർ കോസ്റ്റ് ഓഫ് ഇന്ത്യ. ഓൾറെഡി ഷെഡ്യൂൾ 1 ഉള്ളൊരു ഓർഗാനിസം ആണ്, ഒരു ആനിമൽ ആണ് ഡുഗോങ് അല്ലെങ്കിൽ സീ കൗ. അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ എല്ലാ എൻറ്റയർ കോസ്റ്റിലും എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഇതിന്റെ തിയറി പ്രകാരം ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഓൺലി പാക് ബേയിലുണ്ട്, ഗൾഫ് ഓഫ് കച്ചിലുണ്ട്, ഗൾഫ് ഓഫ് മന്നാറിലുണ്ട് ആൻഡ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലുണ്ട്. സോ ഇത്രയും സ്ഥലങ്ങളിലാണ് ഇന്ത്യയിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 2 ഒരു തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ തന്നെ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. ഓപ്ഷൻ സി ആണ് ആൻസർ. എന്നാലും സ്റ്റേറ്റ്മെന്റ് 3 ഒന്ന് വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് ഗിവൺ ലീഗൽ പ്രൊട്ടക്ഷൻ അണ്ടർ ഷെഡ്യൂൾഡ് 1 ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് IUCN സ്റ്റാറ്റസിൽ ഇത് വൾണറബിൾ ആണ് ഡുഗോങ് അല്ലെങ്കിൽ സീ കൗ ഉള്ളത്. സോ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ടുഡേ. Which of the following was or were economic critic or critics of colonialism in India? ദാദാഭായ് നവറോജി നമുക്ക് എന്തായാലും ഉറപ്പായിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും ഇതിൽ. സോ നമുക്കറിയാവുന്നതാണ് പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ഡ്രെയിൻ തിയറി അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ദാദാഭായ് നവറോജിയാണ്. സോ ഓപ്ഷൻ 1 എന്താണെന്ന് ശരിയാണ്. ഓപ്ഷൻ 2 ജി സുബ്രഹ്മണ്യ അയ്യർ. ജി സുബ്രഹ്മണ്യ അയ്യർ ദ ഹിന്ദുവിന്റെ ഫൗണ്ടർ ആണ്. 1878 ദ ഹിന്ദു ഉണ്ടാകുന്നത്. സോ അതും ജി സുബ്രഹ്മണ്യ അയ്യർ വാസ് എ എക്കണോമിക് ക്രിട്ടിക്. ഇനി RC ദത്ത് ആണെങ്കിൽ വാസ് എ ഫേമസ് എക്കണോമിക് ക്രിട്ടിക്. പുള്ളി പബ്ലിഷ് ചെയ്ത് ദ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നൊരു സംഭവം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓഫ് എൻറ്റയർ എക്കണോമിക് റെക്കോർഡ്സും ഉണ്ട് ഡ്യൂറിങ് ദ കൊളോണിയൽ എറ. സോ 3 പേരും എക്കണോമിക് ക്രിട്ടിക്സ് തന്നെയായിരുന്നു. സോ ഓപ്ഷൻ D 1, 2, 3 ആണ് ശരിയായിട്ടുള്ള ആൻസർ. സോ ദാറ്റ്സ് ഇറ്റ് ടുഡേ. താങ്ക് യു.